ഹലോ ഗായ്സ്, കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഈ സ്ക്വയർ നെക്ക് ലൈനിങ് വെച്ച് എങ്ങനെയാണ് നല്ല ഫിനിഷ് ചെയ്ത് പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചിരുന്നു. ഇനി നമുക്ക് ലൈനിങ് ഇല്ലാത്ത ഇതേ സ്ക്വയർ നെക്ക് എങ്ങനെ നമുക്ക് ഫിനിഷ് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇതിപ്പോൾ ഒരു എക്സാമ്പിളിന് വേണ്ടി ചെറിയ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നെക്കിന് വേണ്ടി ചെയ്യുമ്പോൾ കറക്റ്റ് അതിൻ്റെ അളവ് തന്നെ ചെയ്യണം. അതായത് ഞാനിപ്പോൾ നെക്കിൻ്റെ വീതി ഒരു 3.5യും ലെങ്ത്ത് ഒരു 5.5യാണ് ഈ ഒരു ഡ്രസ്സിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അതേ സെയിം നമ്മൾ ഇതേപോലൊരു വൈറ്റ് ലൈനിങ് തുണിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ചുറ്റിൽ ഒരു 1.5 വീതിയിൽ ഇതേപോലെ വീണ്ടും ഒരു വരയും കൂടെ വരച്ച് നമ്മൾ ക്യാൻവാസൊക്കെ വെട്ടുമല്ലോ, അതുപോലെ ഇതിൽ കാണുന്നത് പോലെ ഒന്ന് വെട്ടിയെടുക്കണം. ഇതിപ്പോൾ ഞാൻ ചെറിയ പേപ്പറിലാണ് ചെയ്തത്. നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നെക്കിന് എത്രയാണോ അളവ് കൊടുത്തത് ആ അളവ് തന്നെ കറക്റ്റായിട്ട് എടുക്കണം. അതിനുശേഷം ഒരു 1.5 വീതിയിൽ അതിൻ്റെ താഴെ കൂടെ ഒരു വര കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് വെട്ടിയെടുക്കണം. എൻ്റെ ഫുൾ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് കണ്ടു നോക്കിയാലും മതി. അപ്പോൾ ഇതേപോലെ ഒന്ന് വെട്ടിയെടുത്ത് നമ്മുടെ ഒറിജിനൽ തുണിയിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ എൻഡിൽ കൂടെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് മറ്റേ നെക്കിൽ സെയിം ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കണം. മറ്റേ നെക്കാണെങ്കിൽ നമ്മൾ ബാക്കി വരുന്ന ലൈനിങ് തുണിയൊക്കെ കട്ട് ചെയ്ത് കളയണം. ഇതിലങ്ങനെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതേപോലെ ഡയറക്റ്റായിട്ട് കട്ട് കൊടുത്തിട്ട് തിരിച്ചിട്ടെടുക്കണം. തിരിച്ചിട്ടെടുക്കുമ്പോഴത്തേക്കും നമ്മൾ നല്ലതായിട്ടൊന്ന് പിടിച്ച് പെർഫെക്റ്റായിട്ട് തേച്ച് വെച്ച് കൊടുക്കണം. ഇത്രയും തുണിയല്ലേ ഉള്ളൂ. ഇനി നമ്മളൊന്ന് തിരിച്ച് പിടിച്ചതിന് ശേഷം അതിൻ്റെ എൻഡിൽ കൂടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം. മറ്റേ നെക്ക് ചെയ്യുന്നത് പോലെ സെയിം ആയിട്ട് തന്നെ വരണം. അപ്പം നല്ല സ്ട്രെച്ച് ചെയ്തൊന്ന് വലിച്ച് പിടിച്ചാലേ നമുക്ക് ആ കർവൊക്കെ ആ കോൺ ഉണ്ടല്ലോ, ആ കോൺ ഭാഗമൊക്കെ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എൻഡിലൂടെ നല്ല പെർഫെക്റ്റായിട്ടൊരു സ്റ്റിച്ചും കൂടെ കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം എന്ത് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇതുപോലെ നമുക്ക് കിട്ടുക അതിൻ്റെ ബാക്കി ഭാഗം. ഇതേപോലെ അകത്തോട്ട് നമ്മളൊന്ന് മടക്കി വയ്ക്കണം. ഇങ്ങനെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നമുക്ക് ഹെം ചെയ്ത് കൊടുത്താലും മതി. സ്റ്റിച്ച് പുറത്തൊന്നും കാണാത്ത രീതിയിൽ ജസ്റ്റ് അങ്ങനെ ഹെം ചെയ്ത് കൊടുത്താലും മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് മടക്കി വെച്ച് അതിൻ്റെ സൈഡ് ഇങ്ങനെ അതിൻ്റെ താഴ്ഭാഗം ആ മടക്കോട് ചേർത്ത് വീണ്ടും അകത്തോട്ട് മടക്കണം. മാറിപ്പോകാതിരിക്കാനോ തെറ്റിപ്പോകാതിരിക്കാനാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ ആ മടക്കിൻ്റെ എൻഡിലൂടെ വീണ്ടും നമുക്ക് കറക്റ്റ് സ്ക്വയറായിട്ട്, അതായത് നമ്മൾ നെക്കിൻ്റെ അവിടെ 2 സ്റ്റിച്ച് ഇങ്ങനെ വരും സ്ക്വയറായിട്ട്. ചുളുക്കൊന്നും വീഴാതെ തന്നെ നമ്മൾ ഈ രണ്ട് സ്റ്റിച്ചും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ഫിനിഷായിട്ട് ലൈനിങ് ഇല്ലാത്ത നെക്ക് നമുക്ക് റെഡിയാക്കി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഫൈനലായിട്ട് വരുന്നത് ഇതേപോലെയാണ്. ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. എന്നാൽ പിന്നെ അത്രയുള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഉപകാരപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.